മകളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ വരുന്ന ജനുവരി 23 മുതൽ RRBയുടെ ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. 14 പോസ്റ്റുകളിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത്. 14 പോസ്റ്റുകൾ. ഇതിനകത്ത് ഒരുപാട് പേർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഒന്ന്, എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? 2, മിനിമം ഹൈറ്റ് നമുക്ക് വേണമോ? ദെൻ 3, അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ നമ്മൾ എടുത്തു വെക്കണമോ? OBC NCL സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ദെൻ SC/SC സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, EWS സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണമോ? ദെൻ അത് കഴിഞ്ഞ എക്സാം ഏത് ലാംഗ്വേജിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? എത്ര വേക്കൻസിയാണ് വരുന്നത്? എക്സാം സെന്റർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കിട്ടുമോ? കേരളത്തിൽ തന്നെ നമുക്ക് ജോലി കിട്ടുമോ? അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് ഒന്നാമത്തെ ഡൗട്ട് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ്, അതായത് എക്സാം മലയാളത്തിൽ എഴുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും മലയാളത്തിൽ എക്സാം എഴുതാൻ എന്ത് ചെയ്യും, സാധിക്കും. ഓക്കെ, അതായത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയത്തുള്ളൂ, നിങ്ങൾ ഇച്ചിരി നല്ല റേഞ്ച് ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് നന്നായിട്ട് ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, കാര്യം ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതലും, അത് മാത്രമല്ല കുറച്ചും കൂടെ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ സാധ്യത ഏതായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് നിങ്ങളൊരു എന്താ പറയാ, നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് നമ്മൾ അത്ര, മറ്റേ മമ്മൂക്ക പറഞ്ഞ പോലെ ഞാൻ ഓളുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് പറയുന്ന പോലെ നിങ്ങളും ഇംഗ്ലീഷും തമ്മിൽ അത്ര രസത്തിലല്ല. നിങ്ങൾക്ക് പഠിക്കാൻ ആ ലാംഗ്വേജിൽ പറ്റത്തില്ല, കണ്ടന്റ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ മലയാളം ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് എക്സാം എന്തിലും എഴുതാൻ പറ്റും, മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ മലയാളം നമ്മൾ ചൂസ് ചെയ്യുന്നാലും അവിടെ മനസ്സിലാക്കുക, ഇപ്പൊ ഞാൻ റെയിൽവേ എക്സാമിന് മലയാളം ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന സങ്കല്പിച്ചോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മലയാളത്തിൽ മാത്രമേ ക്വസ്റ്റ്യൻ കിട്ടൂ? ഒരിക്കലും അല്ല. ഡിഫോൾട്ട് ലാംഗ്വേജ് എപ്പോഴും എന്തിൽ കാണും, ഇംഗ്ലീഷിൽ കാണും. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ക്വസ്റ്റ്യൻ വരുന്ന എന്തിലായിരിക്കും, മലയാളത്തിലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സാധനം മലയാളം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മെയിലിൽ പോയിട്ട് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ മലയാളം ലാംഗ്വേജ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ആ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ എക്സാം മലയാളത്തിലും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ രണ്ടാമതായിട്ട് ഇപ്പൊ അപ്ലൈ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യമേ ഒന്ന് എടുത്ത് വെച്ചേക്കാം. ഇപ്പൊ നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് വേണം, OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇപ്പോഴേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കരുതി വെച്ചേക്കാം. തഹസിൽദാർ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത് ഒരു കാര്യം നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചു കാണാം, അതായത് മെനഞ്ഞാന്ന് 8th പേ കമ്മീഷന് സെൻട്രൽ ഗവൺമെന്റ് എന്ത് കൊടുത്തു, അംഗീകാരം കൊടുത്തു. 2027 മുതൽ 8th പേ കമ്മീഷനാണ് വരാൻ പോകുന്നത്. ബേസിക് പേ മാത്രം തന്നെ, ഇപ്പോ ഗ്രൂപ്പ് ഡിയുടെ ബേസിക് പേ 18,000 ആണ്. പക്ഷെ ഇനി 8th പേ കമ്മീഷൻ വരുന്ന സമയത്ത് ഏതാണ്ട് 32,000 പ്ലസ് എന്ത് വരും, ബേസിക് പേ മാത്രം വരും. അതായത് ഏതാണ്ട് ഒരു 2 മടങ്ങ് വർധനയാണ് ബേസിക് പേയിൽ മാത്രം വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ ജോലി മോശമാണ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഒടുക്കത്തെ ശമ്പളമായിരിക്കും, നല്ല ശമ്പളമാണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ബാക്കിയെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത് ഹൈറ്റ് ഒരു പ്രശ്നമാണ്. ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട് മക്കളെ, ഹൈറ്റ് എന്നൊരു ഫാക്ടർ ഇവിടെ വരുന്നില്ല. അപ്പൊ ഹൈറ്റ് കുറഞ്ഞവർക്ക് ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ ഉണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ ഹൈറ്റ് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്പെക്സ് വെക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിൽ തന്നെ എക്സാം സെന്റർ കിട്ടുമോ? മിക്കവാറും കേരളത്തിൽ തന്നെ ആയിരിക്കും എക്സാം സെന്റർ വരുന്നത്. ചിലപ്പോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്കും, തമിഴ്നാട്, ഇപ്പോൾ നമ്മുടെ സദേൺ റീജിയനിൽ താമസിക്കുന്നവർക്ക് തമിഴ്നാട്, നോർത്തേൺ റീജിയനിൽ താമസിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്തുള്ള അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ചിലപ്പോൾ കിട്ടിയാലായി. അപ്പൊ എക്സാം സെന്ററിന്റെ കേസ് നമുക്ക് ഒരു ഉറപ്പ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. കേരളത്തിലും നമുക്ക് ജോലി കിട്ടാം, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അല്ല കൃത്യമായിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ കിട്ടുമെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ നോക്കുക, 14 പോസ്റ്റുകൾക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, മെയിലിൽ ഞാൻ കൊടുത്തേക്കാം. അതായത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ, ഓരോ പോസ്റ്റുകളുടെയും ജോലി എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മെയിലിൽ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓരോ പോസ്റ്റും ജോലി സ്വഭാവം ബാക്കിയെല്ലാം എന്താണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന 14 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എല്ലാ പോസ്റ്റുകളും സ്ത്രീകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാ പോസ്റ്റുകളും സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എടുത്ത മലയാളത്തിലെ എക്സാം എഴുതാൻ പറ്റും. ഹൈറ്റ് എന്നൊരു ഫാക്ടർ ഇവിടെ വരുന്നില്ല. അത് കഴിഞ്ഞ് നോക്കിയാൽ ഇത്രയും റീജിയൻ ലാംഗ്വേജസിൽ നമുക്ക് എക്സാം എഴുതാം. ഹിന്ദി, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, ഉറുദു, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ,
കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂർ, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, പിന്നെ തെലുങ്കു, ഇത്രയും റീജിയണൽ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എക്സാം എപ്പോ നമുക്ക് പ്രതീക്ഷിക്കാം? എക്സാം പ്രതീക്ഷിക്കേണ്ടത് ഒരു ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരൊറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് എന്തൊക്കെ മാത്രമേ ഉള്ളൂ? ഇംഗ്ലീഷ് അതെന്ന ഒരു സാധനം റെയിൽവേ എക്സാംസിനകത്ത് ഇല്ല. ഒന്ന് മാത്സ് ആണ്, രണ്ടാമത്തേത് റീസണിംഗ് ആണ്, മൂന്നാമത്തേത് GK, നാലാമത്തേത് സയൻസ്. ഈ 4 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് 2025 തന്നെ നമുക്ക് ജോലിയിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, റെയിൽവേ ഒരു ഓഫർ തരിക. ഈ വർഷം നോട്ടിഫിക്കേഷൻ, ഈ വർഷം തന്നെ പരീക്ഷ, ഈ വർഷം തന്നെ ജോലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെയാണ് നമ്മുടെ മുമ്പിൽ കണ്ടീഷൻ വരുന്നത്. ബാക്കി നമ്മൾ PSC എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് എന്നൊരു പരീക്ഷ എടുത്ത് വരാൻ പോകുന്നു. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് നമ്മൾ എക്സാം ഈ വർഷം കാണും. 2025 പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ബാക്കിയെല്ലാം കാണും. 2026 ഏപ്രിലാണ് അതിന്റെ അഡ്വൈസ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ആവുന്നത്. ആ റാങ്ക് ലിസ്റ്റ് 2029 വരെ കാലാവധിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സെൻട്രൽ എക്സാംസിന്റെ പ്രത്യേകത, ആ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നു, ആ വർഷം അതിന്റെ എക്സാം കഴിയുന്നു, ആ വർഷം അതിന്റെ ഫിസിക്കൽ കഴിയുന്നു, മെഡിക്കൽ കഴിയുന്നു, പറ്റുകയാണെങ്കിൽ മിക്കവാറും ആ വർഷം തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അഡ്വൈസ് കിട്ടും. അപ്പൊ നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെയിൽവേ എക്സാംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത ഓക്കെ, ഇവിടെ ഏജ് ലിമിറ്റ് എങ്ങനെ വരുന്നത്? എന്താണ് ക്വാളിഫിക്കേഷൻ? സോ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10th പാസ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാ പോസ്റ്റുകളിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. 10th പാസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. +2 ആണെങ്കിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. 10th പാസ് ആണോ? എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. സോ 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾ കണ്ടായിരുന്നോടാ, 10th പാസ് ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത ഏജ് ലിമിറ്റ് എത്രയാണ്? ഇപ്പൊ കോവിഡ് കാരണം നമുക്കറിയാം അവസാനമായിട്ട് റെയിൽവേയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2019 അപ്പോ 5 വർഷങ്ങൾക്ക് ശേഷം അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. കോവിഡ് ആയിരുന്നു കാരണം. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ്, എന്റെ പൊന്നു PSC, കണ്ടുപഠിക്കണം. നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കണ്ടുപഠിക്കണം. ഓക്കെ, 3 വർഷം ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 വർഷം ഏജ് റിലാക്സേഷൻ. അപ്പൊ ഗ്രൂപ്പ് ഡി ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് ഡി ആണെങ്കിൽ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ 23-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് വെറും 4 ദിവസം മാത്രമാണ് ഇനി മുമ്പിലേക്കുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? അതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ സൂപ്പർ നോട്ട്സ്, ഓക്കെ, റെയിൽവേയുടെ ഏറ്റവും മികച്ച ക്ലാസ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വന്നത് തന്നെ ഏതിൽ നിന്നാണ്? റെയിൽവേയുടെ NTPC ബാച്ചിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടെ നിങ്ങൾക്ക് ഓഫറിൽ എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാൻ പറ്റും. ഇന്നും കൂടെ ഓഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻട്രോഡക്ടറി ഓഫർ ആണ്. മീൻസ് 2999 രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും കിട്ടും, മലയാളത്തിലും കിട്ടും. ഇംഗ്ലീഷില് ക്ലാസ്സസ്, മലയാളത്തിലും ക്ലാസ്സസ്, അതും 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഇംഗ്ലീഷിൽ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും, മലയാളത്തിലും നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് കിട്ടും. ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം, മലയാളത്തിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അതും CBT ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഏറ്റവും മികച്ച ക്ലാസ്സുകൾ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത കുറെ ക്ലാസ്സുകൾ മാത്രമല്ല നമ്മൾ തരുന്നത്. നമ്മൾ ഇതിനകത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്പീഡാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒരു 40 സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ 45 സെക്കൻഡിനകത്ത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു സ്പീഡാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അത് കിട്ടത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെന്റർഷിപ്പ്. ദെൻ പ്രിന്റ് റെഡി ആയിട്ടുള്ള, അല്ലാതെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുന്നതല്ല, മറിച്ച് പ്രിന്റ് റെഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടെ നിങ്ങൾക്ക് ഒരു ഇൻട്രഡക്ടറി ഓഫറായ ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 2999 രൂപ മാത്രമേ വരുന്നുള്ളൂ. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? നേരെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ഡിയുടെ സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ആം ഇൻട്രസ്റ്റഡ് കൊടുക്കുക, നേരെ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്പർ മറക്കണ്ട. നമ്പർ ഇതാണ് 828. ഓക്കെ, നമ്പർ വന്നിട്ട് 828-122-3366. ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നിട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 828-122-3366. ഓക്കെ, ഇതിന്റെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരു ടെൻഷനോ ഒരു പേടിയുടെയും ആവശ്യം വരുന്നില്ല.
പരീക്ഷ നടക്കുകയാണെങ്കിൽ അവിടെ റാങ്ക് ലിസ്റ്റിൽ ആരുടെ പേര് കാണും? നിങ്ങളുടെ പേര് കാണും. ഇപ്പൊ 32,000 പ്ലസ് വേക്കൻസിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത്രയും ഒന്നുമല്ല, ഇനിയും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? വേക്കൻസി ഒക്കെ കൂടാൻ പോവുകയാണ്. കാര്യം റെയിൽവേ തന്നെ പറഞ്ഞിട്ടുണ്ട് 1,00,000-ലധികം വേക്കൻസി ഏതിനകത്ത് ഒഴിവുണ്ട്? ഗ്രൂപ്പ് ഡിക്കകത്ത് ഒഴിവുണ്ട്. അതിൽ 32,000 പ്ലസ് വേക്കൻസിയിലാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് ഇൻ ഫ്യൂച്ചർ എന്ത് ചെയ്യാം? കൂടാം. ഓക്കെ, അപ്പോ പ്രിപ്പയർ ചെയ്യാം. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ സീറ്റ് മാത്രം മതി. നന്നായിട്ട് വർക്ക് ചെയ്താല് നമ്മൾ തന്നെ എന്ത് ചെയ്യും? അത് നമ്മൾ നേടിയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.